ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആരാണ് ജേതാക്കളെന്നറിയാൻ അവസാന മത്സരം വരെ കാത്തിരിക്കണം. അതുപോലെ തന്നെയാണ് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗും. ISLന്റെ 1-ാം സ്ഥാനക്കാരും 5-ാം സ്ഥാനക്കാരും തമ്മിലുള്ള വ്യത്യാസം വെറും 4 പോയിന്റുകളാണ്. അതായത് ഒരു മത്സരത്തിന്റെ ജയപരാജയങ്ങൾ പോലും നിലവിലെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വരുത്തുമെന്നാണ് പറഞ്ഞു വരുന്നത്. നിലവിൽ 1-ാം സ്ഥാനക്കാർ ഒഡീഷ FC ആണ്. 16 മത്സരങ്ങളിൽ നിന്ന് 9 വിജയം നേടിയ ഒഡീഷയ്ക്ക് 32 പോയിന്റ് ഉണ്ട്. രണ്ടാമതുള്ള മുംബൈ സിറ്റി FCക്ക് 31 പോയിന്റുകളാണുള്ളത്. പക്ഷേ ഒഡീഷയേക്കാൾ ഒരു മത്സരം കുറവാണ് മുംബൈ കളിച്ചിരിക്കുന്നത്. 3-ാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ FCയും 15 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. 15 മത്സരങ്ങളിൽ നിന്നായി 30 പോയിന്റാണ് മോഹൻ ബഗാന്റെ നേട്ടം. 4-ാം സ്ഥാനത്തുള്ളത് മലയാളത്തിന്റെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 16 മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് 29 പോയിന്റ് ആണുള്ളത്. 5-ാമതുള്ള FC ഗോവയ്ക്കാകട്ടെ 15 മത്സരങ്ങളിൽ നിന്ന് 28 പോയിന്റുകളാണുള്ളത്. അതായത് ആദ്യ 5 സ്ഥാനക്കാർ ഓരോ പോയിന്റ് വീതം കുറവുള്ളവരാണ്. അതിൽ 3 ടീമുകൾ ഒരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന ഓരോ മത്സരങ്ങളും ഇനി ടീമുകളെ സംബന്ധിച്ച് നിർണായകമാണ്. ഓരോ ടീമിനും 22 മത്സരങ്ങളാണ് ആകെയുള്ളത്. നിലവിൽ 4-ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് 16 മത്സരങ്ങളിൽ നിന്ന് 9 വിജയങ്ങൾ നേടി. 2 മത്സരങ്ങളിൽ സമനില നേടിയപ്പോൾ 5 മത്സരങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇനി 6 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത്. ബംഗളൂരു, മോഹൻ ബഗാൻ, ജംഷഡ്പൂർ, ഈസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഹൈദരാബാദ് FC എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഇനി പ്രതിയോഗികളായി ഉള്ളവരിൽ മോഹൻ ബഗാൻ മാത്രമാണ് ടേബിളിൽ കേരളത്തിന് മുകളിലുള്ളത്. 1-ാം സ്ഥാനത്തുള്ള ഒഡീഷയ്ക്കും ഇനി 6 മത്സരങ്ങളാണുള്ളത്. ഈസ്റ്റ് ബംഗാൾ, ചെന്നൈയിൻ, ബംഗളൂരു, പഞ്ചാബ്, മുംബൈ സിറ്റി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്നിവരാണ് ഒഡീഷയുടെ എതിരാളികൾ. നിലവിലെ നിജസ്ഥിതികൾ നോക്കിയാൽ ആദ്യ 5 സ്ഥാനക്കാരിൽ ആർക്കു വേണമെങ്കിലും ടേബിൾ ടോപ്പേഴ്സ് ആകാം. 12 ടീമുകൾ മത്സരിക്കുന്ന ഈ സീസണിൽ ആകെയുള്ളത് 132 ലീഗ് മത്സരങ്ങളാണ്. അതിനോടൊപ്പം 7 പ്ലേ ഓഫ് മത്സരങ്ങളും. നിലവിൽ 16 മത്സരങ്ങളിൽ ഒരു ജയം പോലും നേടാൻ കഴിയാത്ത ഹൈദരാബാദ് FC ആണ് അവസാന സ്ഥാനക്കാർ. അതിൽ ഇനി മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമില്ല.